अरे अरे लघु भाई नमस्कार. മിഠായി ഇത്രയും നാളെ കാത്തിരുന്ന സുഭദ്രാമ ചേച്ചി പ്രസവിച്ചതല്ലേ, അതിന്റെ സന്തോഷം കണ്ടാകുന്നുണ്ട്. ലഘുഭായി ഖാവുഭായി, എന്റെ ഭാര്യ പ്രസവിച്ചതിന് നിനക്കാണ് സന്തോഷം, എന്നെ കാണും. ഞാൻ വന്നതിന് ശേഷമാണല്ലോ ഭാഗ്യം ഉണ്ടായത്. എടാ അതുകൊണ്ട് തന്നെയാടാ എനിക്ക് ദുഃഖം. ചേട്ടാ, അയാളെ എന്തിനാ വെറുതെ വഴക്ക് പറയുന്നത്? ഈ കുഞ്ഞിന്റെ മുഖത്തൊന്ന് നോക്കാൻ പോലും ചേട്ടൻ ഇതുവരെ തോന്നിയില്ലല്ലോ. കണ്ട തുർക്കി തൊപ്പിയുടെ മോന്റെ മുഖത്ത് ഞാനെന്തിനടി നോക്കുന്നത്? ചേട്ടാ, മനസ്സാ വാച കർമ്മണ അറിയാത്തൊന്നും പറയരുത്. എന്റെ സ്വന്തം പെങ്ങളെ പോലെയാണ് ഞാൻ സുഭദ്ര ചേച്ചിയെ കാണുന്നത്. ചേട്ടന് സംശയമുണ്ടെങ്കിൽ ആ കൊച്ചിനെ കണ്ടും തുറന്നു നോക്ക്. ഇന്ന് രണ്ടിലൊന്നും നിന്ന് തീരുമാനിച്ചിട്ട് തന്നെ കാണും. ചേട്ടാ, ഇപ്പൊ സംശയം തീർന്നില്ലേ? ഇപ്പൊ എന്റെ സംശയം വർദ്ധിക്കുകയാണോ ചെയ്തത്? നിന്നെയും കൂടെ പേശാതെ ഇവരെ ഞാനിന്ന് കൊല്ലും. എന്താ പ്രശ്നം എന്ന് പറ. രവി സാർ, ഇയാൾക്ക് കുട്ടിയുണ്ടായിരുന്നു, എന്നെയാണ് കുറ്റം പറയുന്നത്. ഇവന്റെ ജോലി ഇതാ. ഈ മിഷീനും താങ്ങി എവിടേക്ക് ഇവൻ പോയിട്ടുണ്ടോ അവിടെ എല്ലാം ഇവന്റെ ജോലി ഇതാ. 30 ജ്യൂസിലുള്ള മുസ്താബിനാണ് സത്യം. ഇവിടത്തെ ചേച്ചി എന്റെ സ്വന്തം ഇത്താത്തെ പോലെയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും. പക്ഷെ അമ്മാവൻ വിശ്വസിക്കണ്ടേ? സംശയമുണ്ട്, നോക്ക്. അമ്മാവ ഇവൻ പറഞ്ഞത് ശരിയാ. ഇവന്റെ എത്താത്ത ഇവിടുത്തെ ചേച്ചിയുടെ പോലെ തന്നെ ഉണ്ട്. നോക്കി. എടാ ദ്രോഹി, നീ എന്റെ ഭാര്യയെ പിടിച്ചോണ്ട് പോയി മുസ്ലിം വേഷം കെട്ടിച്ച് ഫോട്ടോ എടുത്ത് കീസേലിട്ടുണ്ടോന്ന് നാട് മുഴുവൻ കാണിക്കല്ലടാ. അയ്യോ, അവനെ തന്നല്ലേ. എന്താടാ സലീമേ, എന്നെ പോലിരിക്കുന്ന നിന്റെ സുഭദ്ര ചേച്ചി നിന്റെ പ്രാർത്ഥന കൊണ്ട് പ്രസവിച്ചെന്നും പറഞ്ഞ് മുട്ടായി മാച്ചോണ്ട് പോന്നവനല്ലേ നീ? ഇസ്ലാമിന്റെ മുറയും നെറിയും തെറ്റിക്കാത്ത നിനക്ക് തല്ലുകൊള്ളാൻ എന്തുണ്ടായി? നിങ്ങളൊന്നും മിണ്ടാതിരിത്ത, കൈ പൊക്കിയതല്ലേ ഉള്ളൂ, തല്ലിയില്ലല്ലോ. കണ്ടില്ലേ അമ്മാവ, പാവം സലീമിനെ അമ്മാവൻ വെറുതെ വേദനിപ്പിച്ചു. കഴിഞ്ഞൊക്കെ മറക്കും സലീം. ഞാൻ അകത്തേക്ക് പോട്ടെ. ഇപ്പൊ ചേട്ടന് വിശ്വാസമായില്ലേ? സീതയെ പോലെ ശീലാവതിയെ പോലെ പരിശുദ്ധയായി നിന്നെ തെറ്റിദ്ധരിച്ചിന് എനിക്ക് മാപ്പ് തരുമോ? അതിനെ ചേട്ടാ, ഇനി ഈ കുഞ്ഞിനെ നോക്കിക്ക്. എന്റെ നിന്ദരുപടി എന്നെ വാർത്തു വച്ചിരിക്കുന്ന പോലെ. അയ്യോ, ആ മൂക്ക് കണ്ടോ? അത് തന്നെ. എടാ തുർക്കി, ഞാൻ ഈ കാണിച്ചതൊക്കെ ഒരു തമാശ എന്ന് കരുതിയാ മതി. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി നിന്റെ മരണം വരെ നീ ഇവിടെ നിന്ന് തയ്ക്കോ. എന്തോ മിഠായി അതെനിക്ക് പകരം നീ തന്നെ എല്ലാവർക്കും വിതരണം ചെയ്യും. നീയാണ് അതിനർഹൻ. പീറ്റർ, 2 CID ഉദ്യോഗസ്ഥന്മാർ സംശയാസ്പദമായ രീതിയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് നിനക്കറിയാമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. എനിക്കൊന്നും അറിയില്ല സാർ. നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ ഞങ്ങളെ സഹായിച്ചാൽ നിനക്ക് മാപ്പ് തരാൻ പോലും ഡിപ്പാർട്ട്മെന്റ് തയ്യാറാണ്. കമോൺ, പറയൂ. SK പണിക്കർ. യു കൻ ഗോ. ഒരു ഓപ്പറേഷന്റെ ആവശ്യമുണ്ട് മിസ്റ്റർ രവി. ഭയപ്പെടാനൊന്നുമില്ല. ഓപ്പറേഷൻ ചെയ്താൽ ഭേദപ്പെടുത്താവുന്നതേ ഉള്ളൂ. കഴിയുന്ന മുമ്പ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം. ഡോക്ടർ എന്ത് പറഞ്ഞു മോനെ? ചെറിയൊരു ഓപ്പറേഷൻ വേണ്ടി വരുന്നു. അതൊക്കെ പണിച്ചിലവുള്ള കാര്യമല്ലേ? നിനക്ക് ജോലി കിട്ടിയിട്ട് കുറച്ച് ദിവസമല്ലായിരുന്നു. കഴിഞ്ഞ മാസം വാടക വരെ കൊടുത്തിട്ടില്ല. ഞാൻ രാജൻ സാറിനെ കണ്ട് കുറച്ച് പണം കടച്ചു. അദ്ദേഹം തരാതിരിക്കില്ല. മിസ്റ്റർ പീറ്റർ, ഞാനിതുവരെ ആരെയും ഇങ്ങോട്ട് വിളിപ്പിച്ചിട്ടില്ല. നിന്നെ വിളിപ്പിച്ചത് എന്തിനാണെന്നറിയാമോ? പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. സിറ്റ് ഡൗൺ. ഐ സേ സിറ്റ് ഡൗൺ. ഇത്രയും നേരം
നീ എവിടെയായിരുന്നു? നിന്നോടാണ് ചോദിച്ചത്. ഈയിടെയായി പോലീസുകാരാണെന്ന് തോന്നുന്നു നിന്റെ പുതിയ സ്നേഹിതന്മാർ, അതും മിസ്റ്റർ തമ്പിയെ പോലുള്ളവർ. നീ എന്താണ് അവിടെ പറഞ്ഞത്? ഇല്ല സാർ, ഞാനൊന്നും പറഞ്ഞില്ല. ഒന്നും പറയാതെ നിന്നെ വിട്ടയക്കാൻ അവർ വിഡ്ഢികളാണോ? സത്യം പറ. അതെ, പറഞ്ഞു. എല്ലാം പറഞ്ഞില്ല. നിങ്ങൾ ബിസിനസ് തുടങ്ങിയ കാലം മുതൽ നിങ്ങളുടെ പിന്നിൽ ഞാനുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ വന്ന രാജനാണ് നിങ്ങൾ എല്ലാ സ്ഥാനങ്ങളും കൊടുത്തത്. അന്നവൻ അതിനർഹനായിരുന്നു. എന്റെ അർഹതക്ക് അംഗീകാരമില്ലേ? എന്റെ തീരുമാനമനുസരിച്ച് നടക്കേണ്ട ചുമതല മാത്രമേ നിനക്കുള്ളൂ. ഇത്രയും കാലം എന്റെ സ്വത്തുക്കൾ മുഴുവൻ കാത്തു സൂക്ഷിച്ചത് രാജനാണ്. രാജൻ കൈയൊഴിഞ്ഞിട്ട് പോലും നിങ്ങളെ രക്ഷിക്കാൻ 2 കൊലപാതകങ്ങൾ നടത്തിയത് ഞാനാണ്. ഇന്ന് നിങ്ങളുടെ ജീവൻ എന്റെ കയ്യിലാണ്. ആ രഹസ്യം എന്നിൽ നിന്നും പുറത്തു വന്നാൽ ആ രഹസ്യം ഒരിക്കലും പുറത്തു വരില്ല. നീ ഇപ്പൊ എന്തിനാ ഇവിടെ വന്നു? രാജൻ സാറിനെ കാണാൻ. എന്തിന്? എന്റെ അമ്മയുടെ ചികിത്സയ്ക്ക് കുറച്ച് പണം വേണം. ഇപ്പൊ ഇവിടെ കണ്ടത് നീ മറന്നു കളയണം. നിനക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. ഒരു കൊലയാളിയെ രക്ഷിക്കുന്നതിനുള്ള കൈക്കൂലിയോ? ആ പണം എനിക്ക് വേണ്ട. ആദർശമാണോ? അമ്മയുടെ ജീവനാണോ നിനക്ക് വലുത്? അമ്മയുടെ ജീവൻ പോലെ തന്നെ വലുതാണ് എനിക്ക് എന്റെ ആദർശങ്ങൾ. ഒരു വഞ്ചനയ്ക്ക് കൂട്ടുന്നതിന്റെ പ്രതിഫലം പറ്റി എനിക്ക് എന്റെ അമ്മയെ ചികിത്സിക്കണ്ട. വരട്ടെ. നീ എവിടെ പോകുന്നു? പോലീസ് സ്റ്റേഷനിലേക്ക്. ഹലോ, പോലീസ് സ്റ്റേഷൻ. മർഡർ? വേർ? 4th ലൈൻ, റട്ടൺ ഗേറ്റ്.
ആരായിരുന്നു കുഞ്ഞാവ്? ആരായിരുന്നാലും അവർക്ക് എന്റെ ജീവനായിരുന്നു ആവശ്യം. നിങ്ങൾ വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പരിക്കെന്തെങ്കിലും? ഓ സാരമില്ല, ഞാൻ വീട്ടിലെ പോയിക്കോളൂ. തനിച്ചു പോണ്ട, ഞാനും വരാം.